ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിംഗ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് മോങ്കോ ഡി ബി എന്ന് പറയുന്ന ഡേറ്റാബേസ് എങ്ങനെ നമുക്ക് ജാങ്കോ പ്രോജക്റ്റിനകത്ത് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാമെന്നാണ്. ഓക്കെ, സോ അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം മോങ്കോ ഡി ബിയിൽ നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ആക്ച്വലി ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് മോങ്കോ ഡി ബിയുടെ അറ്റ്ലസ് എന്ന് പറഞ്ഞൊരു ക്ലൗഡ് ഡി ബിയിലാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ജെയ്സിൻ്റെ ട്യൂട്ടോറിയലിനകത്ത് ഞാൻ ഇതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് നമുക്കിവിടെ ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതും നെറ്റ്വർക്ക് ആക്സസ് എങ്ങനെ കൊടുക്കുന്നതും അതുപോലെ തന്നെ യൂസർ ക്രിയേറ്റ് ചെയ്യുന്നതെല്ലാം ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ചെക്ക് ചെയ്തിട്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, സോ ഞാനിവിടെ ഒന്നേന്ന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക. ആ ഡേറ്റാബേസ് എങ്ങനെ നമുക്ക് ജാങ്കോ പ്രോജക്റ്റിനകത്ത് കണക്ട് ചെയ്യാം എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാനിവിടെ ക്ലസ്റ്റേഴ്സിനകത്ത് നമ്മളിവിടെ ബ്രൗസ് കളക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ കളക്ഷൻസിനകത്ത് നമ്മളിവിടെ പുതിയൊരു ഡി ബി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് ജാങ്കോ ഡി ബി എന്ന് പറഞ്ഞ ഒരു ഡേറ്റാബേസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് നെയിം വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പുതിയ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ഡേറ്റാബേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡേറ്റാബേസ് നെയിമും കളക്ഷൻ നെയിമും എല്ലാം നമുക്ക് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ട് പുതിയൊരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ സാധനം. പിന്നെ നമുക്ക് വേണ്ടത് ഡേറ്റാബേസ് ആക്സസ് ചെയ്യാനാണ്. സോ ഡേറ്റാബേസ് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഒരു യൂസർ വേണം. യൂസർ റോള് അഡ്മിൻ ആയിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും എല്ലാം പറ്റണം. ആ ഡേറ്റാബേസ് ആക്സസ് ചെയ്യുന്ന യൂസറിന് രണ്ടും ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. സോ ഈ മോങ്കോ ഡി ബിയിലെ ഈ ഡേറ്റാബേസ് നമുക്കിവിടെ കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പേ ആയിട്ട് നമ്മളിവിടെ ഒരു ജാങ്കോ പ്രോജക്റ്റ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മോങ്കോ ഡി ബി _ ജാങ്കോ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു പൈത്തൺ ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യണം. പൈത്തൺ ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ PyMongo എന്ന് പറയുന്ന ഒരു ലൈബ്രറിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമുക്ക് മോങ്കോ ഡി ബിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിവിടെ കൊടുക്കാം ഇൻസ്റ്റാൾ PyMongo. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ PyMongo ഇവിടെ ഇൻസ്റ്റാൾ ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് ഇവിടെ നമ്മുടെ മോങ്കോ ഡി ബിക്കകത്ത് നമുക്കിവിടെ കണക്ട് എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവേഴ്സ് കൊടുക്കുമ്പോൾ നമ്മൾ ഏത് ഡ്രൈവർ ആണെന്ന് സെലക്ട് ചെയ്യണം. ഇവിടെ ഞാൻ ഡ്രൈവർ സെലക്ട് ചെയ്യുന്നത് പൈത്തൺ ആണ്, കാരണം ജാങ്കോ പൈത്തൺ ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇത് PyMongo ഓൾറെഡി നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഈ ഒരു സാധനം മാത്രം കോപ്പി ചെയ്താൽ മതി. ഇതിൻ്റെ വ്യൂ ഫുൾ കോഡ് സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പൈത്തണിൻ്റെ കോഡാണ് നമുക്കിവിടെ തരുന്നത്. നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഈ ഒരു കോഡ് നമ്മൾ കോപ്പി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ കോപ്പി ചെയ്തിട്ട് നമ്മളിവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കിവിടെ ഡേറ്റാബേസ് താഴെ നമ്മളിവിടെ മോങ്കോ ഡി ബി സെറ്റിങ്സ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുക. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. ആ ഒബ്ജക്റ്റിനകത്ത് നമുക്ക് വേണ്ടത് ഡി ബി നെയിം, അതായത് നമ്മുടെ ഡേറ്റാബേസ് നെയിം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇവിടെ URI പറഞ്ഞു കൊടുക്കണം. ഓക്കെ, URI എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് നമ്മുടെ കണക്ട് ചെയ്യാൻ പോകുന്ന URI. ഇതിൽ നമ്മളെ ഡേറ്റാബേസ് ആക്സസ് ചെയ്യുന്ന യൂസറിൻ്റെ നെയിം MK ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാസ്വേഡ് നമുക്ക് വേണം. അപ്പോൾ പാസ്വേഡിനായിട്ട് ഞാനിവിടെ ഡേറ്റാബേസ് ആക്സസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ യൂസറിൽ എഡിറ്റ് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുക. ഓട്ടോ ജനറേറ്റ് സെക്യൂരിറ്റി പാസ്വേഡ് കൊടുക്കുക. നമ്മൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് അപ്ഡേറ്റ് യൂസർ കൊടുത്തിട്ട് നമ്മൾ ഈ ഡി ബി പാസ്വേഡ് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ ഇവിടുത്തെ പാസ്വേഡ് നമ്മളിവിടെ കൊടുക്കണം. പിന്നെ ഉള്ളത് നമുക്കിവിടെ ഈ /? ഇടയിൽ നമുക്കിവിടെ നമ്മുടെ ഡേറ്റാബേസിൻ്റെ നെയിം കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഡേറ്റാബേസ് നെയിം എന്തുവാണ്? ക്ലസ്റ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ ബ്രൗസ് കളക്ഷൻസ് എടുക്കുക. അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ ജാങ്കോ ഡി ബി എന്നാണ്. ഓക്കെ, ജാങ്കോ ഡി ബി എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ,
ജാങ്കോ ഡി ബി എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയാണ് സംഭവം. ഇനി നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ പുതിയൊരു പൈത്തൺ ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. db.py. ഓക്കെ, db.pyയിൽ ഞാനിവിടെ നമ്മളുടെ മോങ്കോ ഡി ബി കണക്ട് ചെയ്യണം. ഫ്രം പൈ മോങ്കോ ഇമ്പോർട്ട് മോങ്കോ ക്ലയൻറ്റ്. ഓക്കെ, നമുക്ക് മോങ്കോ ക്ലയൻറ്റ് വെച്ചിട്ട് നമ്മുടെ ഡി ബിയിൽ കണക്ട് ചെയ്യണം. ഇനി അടുത്ത് നമുക്കിവിടെ ഫ്രം django.com import settings. ഓക്കെ, ജാങ്കോ കോൺഫിനകത്ത് നമ്മൾ സെറ്റിങ്സ് ഇമ്പോർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യണം, നമ്മളിവിടെ ക്ലയൻറ്റ് കണക്ട് ചെയ്യുക. ഓക്കെ, മോങ്കോ ക്ലയൻറ്റ്, അതിനകത്ത് നമുക്ക് സെറ്റിങ്സ് ഡോട്ട് നമുക്ക് ഇതാണ് വേണ്ടത്. ഡി ബി നെയിം എന്ന് പറയുന്നത് നമ്മുടെ ജാങ്കോ ഡി ബി. ഓക്കെ, ഇതിനകത്ത് ജാങ്കോ ഡോട്ട് മോങ്കോ ഡി ബി സെറ്റിങ്സ്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് വേണ്ടത് URI. ഓക്കെ, അതായത് ഈ സെറ്റിങ്സിനകത്ത് നമുക്ക് വേണ്ടത് URI ആണ്. സെറ്റിങ്സിനകത്ത് നമുക്ക് വേണ്ടത് URI. ഓക്കെ, ഇപ്പോൾ ക്ലയൻറ്റ് നമുക്ക് കിട്ടി, ക്ലയൻറ്റിനായിട്ട് കണക്ട് ചെയ്യണം. ഇനി അടുത്തത് നമുക്ക് ഡി ബി എടുത്തിട്ട് നമ്മളിവിടെ ക്ലയൻറ്റിനകത്ത് ബ്രാക്കറ്റിനകത്ത് സെറ്റിങ്സ് ഡോട്ട് മോങ്കോ ഡി ബി സെറ്റിങ്സ്, അതിനകത്ത് റൗണ്ട് ബ്രാക്കറ്റ് അല്ല, ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. ഇവിടെ നമുക്ക് വേണ്ടത് ഡി ബി നെയിം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലയൻറ്റ് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത ഡി ബിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനിവിടെ ഡി ബി കളക്ഷൻ എന്ന് പറയുന്നത് ജാങ്കോ ഡി ബി. ഓക്കെ, ഇതാണ് നമ്മുടെ കളക്ഷൻ നെയിം വരുന്നത്. എനിക്കിവിടെ ഡേറ്റാബേസും ഇവിടുത്തെ കളക്ഷൻ നെയിമും അതുപോലെ ഡേറ്റാബേസ് നെയിമും സെയിം ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ജാങ്കോ ഡി ബി എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഇടേണ്ടത് കളക്ഷൻ നെയിമാണ്. ഓക്കെ, സോ ഇത് നമ്മൾ സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് ഇനി അടുത്ത നമുക്ക് ഒരു മോഡൽ ലൈക്ക് സ്ട്രക്ചർ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മളിവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ ഇപ്പോൾ നമുക്കൊരു പ്രോഡക്റ്റ് ഇപ്പോൾ ഇൻസേർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. ഇപ്പം നമുക്ക് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇൻസേർട്ട് പ്രോഡക്റ്റോ എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം. അതിനകത്ത് നമ്മളുടെ ഡേറ്റ. ഓക്കെ, ഡേറ്റ കൊടുത്തിട്ട് നമ്മളിവിടെ ഡി ബി കളക്ഷൻ. ഓക്കെ, ഡി ബി കളക്ഷനകത്ത് ഡോട്ട് ഇൻസേർട്ട് 1. ഓക്കെ, ഇൻസേർട്ട് 1-നകത്ത് ഡേറ്റ. ഓക്കെ, അപ്പം നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. സോ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മളവിടെ കളക്ഷനകത്ത് നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഗെറ്റ് ചെയ്യാനും കൂടെ എഴുതാം. ഓക്കെ, ഗെറ്റ് പ്രോഡക്റ്റ്, അതിനകത്ത് നമുക്ക് വേണ്ടത് റിട്ടേൺ ലിസ്റ്റ് ആണ്. ഓക്കെ, റിട്ടേൺ ലിസ്റ്റ്, അതിനകത്ത് നമുക്കിടെ ഡി ബി കളക്ഷൻ ഡോട്ട് ഫൈൻഡ് എന്ന് പറയുന്നത് എല്ലാം എടുത്തുകൊണ്ട് വരും നമുക്ക്. ഓക്കെ, ലിസ്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഫൈൻഡ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും, ഒരു മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് ആയിരിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ പിടിച്ചങ്ങ് ലിസ്റ്റിലോട്ട്
ആക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഗെറ്റ് ചെയ്യാനും നമുക്കിവിടെ എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വ്യൂസിനകത്ത് നമുക്ക് സാധനം എഴുതണം. ഓക്കെ, അപ്പോൾ അതിന് നമ്മളിവിടെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ പുതിയൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യണം. Django-admin സ്റ്റാർട്ട് ആപ്പ് എന്ന് പറയുന്നത് ഒരു മോങ്കോ എന്ന് പറഞ്ഞു വിടാം. ഇതിനകത്ത് നമുക്കൊരു വ്യൂസിനകത്ത് നമുക്ക് എഴുതാം. ഓക്കെ, ഇപ്പോൾ റെൻഡർ നമുക്കിനി അടുത്ത് ഫ്രം db from .ev import insert പ്രോഡക്റ്റും പിന്നെ നമുക്ക് ഗെറ്റ് പ്രോഡക്റ്റും നമുക്കിവിടെ കൊണ്ടുവരണം. ഓക്കെ, നമ്മുടെ ഈ ഫംഗ്ഷന് നമുക്കിവിടെ വ്യൂസിനകത്തോട്ട് നമുക്കിവിടെ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത് നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും. def product list. ഇതിനകത്ത് നമുക്ക് വേണ്ടത് റിക്വസ്റ്റ് ആയിരിക്കും. റിക്വസ്റ്റ് ആണ് പാസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്കിവിടെ എന്ത് ചെയ്യും, നമുക്കിവിടെ പ്രോഡക്ട്സ് പറയുന്നത് ഗെറ്റ് പ്രോഡക്റ്റ്. ഓക്കെ, അതൊരു ഫംഗ്ഷൻ ആയിരിക്കും. എന്നിട്ട് അത് എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ പിടിച്ചങ്ങ് റിട്ടേൺ ചെയ്യണം. ഓക്കെ, ഇത് ഗെറ്റ് ചെയ്യാനുള്ള സാധനമല്ലേ, അപ്പോൾ നമുക്കിവിടെ റെൻഡർ ചെയ്യണം. റെൻഡർ ഇവിടെ റിക്വസ്റ്റ്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ HTML. ഓക്കെ, അപ്പോൾ തൽക്കാലം നമുക്ക് product.html എന്ന് പറയുന്ന ഒരു ടെംപ്ലേറ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യും, നമ്മളിവിടെ കോണ്ടെക്സ്റ്റ് പറഞ്ഞു കൊടുക്കുക. പ്രോഡക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ പ്രോഡക്ട്സ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത നമുക്കിവിടെ ആഡ് പ്രോഡക്റ്റ് കൊടുക്കാം. ഓക്കെ, ആഡ് പ്രോഡക്റ്റിന് നമ്മളിപ്പോൾ ഗെറ്റ് പ്രോഡക്റ്റിനാണ് ഇനി ചെയ്തത് നേരത്തെ. അപ്പം നമുക്ക് പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ അതിന് നമ്മളിവിടെ റിക്വസ്റ്റ്, അതിനകത്ത് പോസ്റ്റ് മെത്തേഡ് ആണെന്ന് നോക്കും. ഇഫ് റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് ഡബിൾ ഈക്വൽ ടു പോസ്റ്റ് ആണെങ്കിൽ അതിനകത്ത് ഡേറ്റ ഈക്വൽ ടു നമ്മൾ ഡേറ്റ നമ്മൾ ഒബ്ജക്റ്റ് നമ്മൾ ടൈപ്സ് പറഞ്ഞു കൊടുക്കാം. അതായത് നെയിം വരും, നമുക്ക് ഡിസ്ക്രിപ്ഷൻ വരും, പ്രൈസ് വരും. ഓക്കെ, അപ്പം നെയിം നമ്മളിവിടെ എന്ത് ചെയ്യുന്ന റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ്, ഇവിടെ എന്ന് പറയുന്നത് നെയിം. ഓക്കെ, ഞാനിവിടെ കോമ കൊടുക്കുന്നത്, നെയിമും വരും, നമുക്ക് ഡിസ്ക്രിപ്ഷൻ വരും, പിന്നെ പ്രൈസ്. ഡിസ്ക്രിപ്ഷൻ പ്രൈസ്. ഓക്കെ, ഈ സാധനങ്ങളായിരിക്കും നമുക്കിവിടെ കൊടുക്കുന്നത്. അപ്പോൾ പ്രൈസ് ആക്ച്വലി നമുക്കിവിടെ ഒരു എന്താ പറയുക, ഒരു നമ്പറാണ് വരുന്നത്. ഓക്കെ, നമ്പർ വിത്ത് ഡെസിമൽ ആയിരിക്കും വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഫ്ലോട്ട് ആക്കാം. ഓക്കെ, വരുന്ന സ്ട്രിങ്ങിനെ പിടിച്ച് നമുക്ക് ഫ്ലോട്ടാക്കി വിടാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ ഡേറ്റനെ പിടിച്ച് ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, ഇൻസേർട്ട് പ്രോഡക്റ്റ്, ഈ വരുന്ന ഡേറ്റ. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ റിട്ടേൺ റീഡയറക്റ്റ്. ഓക്കെ, റിട്ടേൺ റീഡയറക്റ്റ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അതിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ പ്രോഡക്റ്റ് അണ്ടർസ്കോർ ലിസ്റ്റ് അണ്ടർസ്കോർ ലിസ്റ്റ് എന്ന് പറഞ്ഞു വരും. അല്ലാന്നുണ്ടെങ്കിൽ റിട്ടേൺ റെൻഡർ റിക്വസ്റ്റ്, അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ആഡ് പ്രോഡക്റ്റ് ഡോട്ട് HTML. ഓക്കെ,
ഇപ്പോൾ റീഡയറക്റ്റിന് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യണം. നമ്മുടെ റെൻഡറിൻ്റെ അവിടെ റീഡയറക്റ്റ് നമ്മളിവിടെ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ ഗെറ്റ് ചെയ്യാനും ലിസ്റ്റ് ചെയ്യാനും അതുപോലെ ആഡ് ചെയ്യാൻ മാത്രം നമുക്കിവിടെ എഴുതാം. ബാക്കി ഡിലീറ്റും അതുപോലെ തന്നെ അപ്ഡേറ്റും നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യും. ഓക്കെ, ഈ രണ്ട് സാധനങ്ങൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാം. ടെംപ്ലേറ്റ്സ് ഇവിടെ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് പ്രോഡക്റ്റ് ലിസ്റ്റ് ഡോട്ട് HTML. ഓക്കെ, ഇവിടെ കുറച്ച് ചേഞ്ച് ഉണ്ട്. ഇവിടെ പ്രോഡക്റ്റ് അണ്ടർസ്കോർ ലിസ്റ്റ് എന്ന് പറഞ്ഞിടാം. ഇതാണല്ലോ വേണ്ടത്. ഇതിനകത്ത് ഞാനിവിടെ HTML കണ്ടന്റ് ഇവിടെ ആഡ് ചെയ്യാൻ പോവാണ്. അതിനകത്ത് h1 എന്ന് പറയുന്നത് ഞാനിവിടെ h1 പ്ലസ് a പ്ലസ് UL. ഓക്കെ, ഈ രണ്ട് സംഭവം, അതായത് ഇത് എംഎറ്റ് അബ്രിവിയേഷൻ ആണ്, ഇത് ഷോർട്ട് കട്ടാണ്. ഇത് എങ്ങനെ നമ്മളല്ലാതെ ടൈപ്പ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഇങ്ങനെ ഒരു ഷോർട്ട് കട്ടിൽ ഇങ്ങനെ അങ്ങ് യൂസ് ചെയ്ത് പോവാം. ഓക്കെ, ഇപ്പോൾ h1-നകത്ത് നമ്മളിവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മളിവിടെ നമുക്ക് പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുക. ഈ href എന്ന് പറയുന്നത് സ്ലാഷ് ആഡ് പ്രോഡക്റ്റ് സ്ലാഷ്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ആഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, UL-നകത്ത് അൺഓർഡർഡ് ലിസ്റ്റിനകത്ത് വരുന്നത് നമുക്കൊരു എന്താ വരുന്നത്, ഇവിടെ പ്രോഡക്റ്റ് ലിസ്റ്റ് HTML-നകത്ത് നമുക്കിവിടെ പ്രോഡക്ട്സ് അറേ ആണ് വരുന്നത്, അതായത് ലിസ്റ്റ് ആണ് വരുന്നത്. അപ്പം നമുക്കിവിടെ എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്കിവിടെ ഫോർ ലൂപ്പ് വെച്ചിട്ട് ചെയ്യണം. ഓക്കെ, ഫോർ പ്രോഡക്റ്റ് ഇൻ പ്രോഡക്ട്സ്. ഇതിനകത്ത് നമുക്ക് എല്ലായി വരുന്നത് നമുക്കിവിടെ നമുക്ക് വരുന്നത് പ്രോഡക്റ്റ് നെയിം ഹൈഫൺ, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇതിൻ്റെ പ്രൈസ് നമ്മളിവിടെ റുപ്പീസ് എന്ന് എഴുതുക. അതിൽ നമുക്കിവിടെ പ്രോഡക്റ്റ് ഓക്കെ, അപ്പം നമുക്ക് നെയിമും പ്രൈസും വരും ഇതിനകത്ത്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മളുടെ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യാനുള്ള HTML ഫയൽ. ഇനി അടുത്ത് നമുക്ക് ആഡ് പ്രോഡക്റ്റ് ചെയ്യാനുള്ള ഒരു ഫയൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പം അതിന് നമ്മളിവിടെ ആഡ് പ്രോഡക്റ്റ് ഡോട്ട് HTML. അതിൽ നമ്മളിവിടെ സെയിം സാധനം തന്നെയാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. ഡോക് ടൈപ്പ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ h1 പ്ലസ് ഫോം നമ്മളിവിടെ പോസ്റ്റ് ആണ് കൊടുക്കുന്നത്. പോസ്റ്റ്. എന്നിട്ട് ഫോമിനകത്ത് വരുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇടും. ലേബൽ. ഓക്കെ, ലേബൽ 3 ലേബലാണ് വരേണ്ടത്. നമുക്ക് നെയിം, ഡിസ്ക്രിപ്ഷൻ, പ്രൈസ്. ഓക്കെ, ലേബൽ പ്ലസ് ബട്ടൺ എന്ന് പറയുന്നത് സബ്മിറ്റ് ആണ്. ഓക്കെ, ബട്ടൺ നമ്മളിവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. സബ്മിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വന്നത്. ഇവിടെ നമ്മൾ h1-ന് ഇവിടെ നമ്മൾ ആഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുക്കാം. ആഡ് പ്രോഡക്റ്റ്. ഓക്കെ, ഇവിടെ ലേബലിനകത്ത് നമുക്ക് വേണ്ടത് നെയിമാണ്. ഓക്കെ, നെയിം. ഇവിടെ നമ്മൾക്ക് ഡിസ്ക്രിപ്ഷൻ. ഇവിടെ നമുക്ക് വരുന്നത് പ്രൈസ്. ഈ ബട്ടണിനകത്ത് നമ്മളിവിടെ
സബ്മിറ്റ് ആണ്. അതിന് നമ്മളിവിടെ ആഡ് എന്ന് പറഞ്ഞ് കൊടുക്കും. ഓക്കെ, ഇവിടെ /form ആണ്. ഈ ഫോമിനകത്ത് നമുക്കിവിടെ സെക്യൂരിറ്റി ആഡ് ചെയ്യണം. അതായത് CSRF ടോക്കൺ കൊടുക്കണം. ഓക്കെ, അതിനകത്ത് CSRF_ടോക്കൺ. ലേബലിനകത്ത് നമ്മളിവിടെ നെയിം കൊടുത്ത് അതിന് നമുക്കിവിടെ ഇൻപുട്ട് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കണം. ഓക്കെ, ഇൻപുട്ട് നെയിമിൻ്റെ അകത്ത് നമുക്കിവിടെ കൊടുക്കാം ഇൻപുട്ട് ടെക്സ്റ്റ്. ഓക്കെ, ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്, നെയിം എന്ന് പറയുന്നത് നമ്മളിവിടെ നെയിം, സെയിം സാധനം തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷന് നമ്മളിവിടെ ടെക്സ്റ്റ് ഏരിയ ആയിരിക്കും കൊടുക്കുന്നത്. ടെക്സ്റ്റ് ഏരിയ ഇവിടെ നമ്മൾ നെയിം ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് കൊടുക്കും. ഓക്കെ, ഇനി അടുത്ത പ്രൈസ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ബ്രേക്ക് കൊടുക്കാം. അതുപോലെ ഇവിടെയും ബ്രേക്ക് കൊടുക്കാം, ഇവിടെയും ബ്രേക്ക് കൊടുക്കാം. ഓക്കെ, ഈ പ്രൈസിനകത്ത് നമ്മളിവിടെ എന്ത് ചെയ്യുന്ന, നമ്മളിവിടെ ഇൻപുട്ട് നമ്മളിവിടെ നമ്പർ ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, ഇൻപുട്ട് നമ്പർ എന്ന് പറഞ്ഞു കൊടുക്കും. നമുക്കിവിടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അതായത് ഡെസിമൽ ആണല്ലോ വരുന്നത്, അപ്പോൾ നമ്മൾക്ക് അവിടെ 0.01. ഓക്കെ, നമ്മൾ ഓരോ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ 0.01 വെച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് അങ്ങ് പോവാം. ഓക്കെ, ഇത്രയാണ് സാധനം ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇവിടെ ആഡ് പ്രോഡക്റ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത നമുക്കിവിടെ URL സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ URL സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ ആദ്യം URL പാറ്റേൺസ് ആഡ് ചെയ്യണം. ഓക്കെ, അതിന് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, നമ്മളിവിടെ പാത്ത് അഡ്മിൻ സൈറ്റ് ആണ്. നമുക്കിവിടെ 3 കൊടുക്കാം. അവിടെ നമ്മൾ പ്രോഡക്ട്സ് ലിസ്റ്റ്, അതിനകത്ത് നമുക്ക് ഈ ഇമ്പോർട്ട് വ്യൂസ് അല്ല, ഫ്രം ഡോട്ട് ഇമ്പോർട്ട് വ്യൂസിനകത്ത് നമുക്ക് ഇത് മാറ്റിയിട്ട് നമ്മളിവിടെ നെയിം എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെയും നമുക്കിവിടെ ആഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കുന്നത്. ആഡ് പ്രോഡക്റ്റ്, എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മളിവിടെ കോപ്പി ചെയ്തു ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് വേണ്ടത് വ്യൂസിനകത്ത് ആഡ് പ്രോഡക്റ്റ് ആണ്. ആഡ് പ്രോഡക്റ്റ് നമ്മളിവിടെ ഓക്കെ. പ്രോഡക്റ്റ് ലിസ്റ്റ് വേണമെങ്കിൽ നമുക്ക് എംപ്റ്റി ആയിട്ട് തന്നെ കൊടുക്കാം തൽക്കാലം. ഇനി നമുക്ക് ഇതിനൊന്ന് റൺ ചെയ്ത് നോക്കാം, കറക്റ്റ് വർക്ക് ആവുന്നുണ്ടോ ഇല്ലെങ്കിൽ. ഓക്കെ, അപ്പൊ എന്തോ ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഡോട്ട് ഇത് നോക്കാം.
അതിൽ import views. ഓക്കെ, അപ്പം നമുക്കിവിടെ കുറച്ച് കറക്ഷൻസ് ഉണ്ട്. ചെയ്തതിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. ഒന്ന് നമുക്കിവിടെ നമ്മുടെ ഇവിടെ db.py ഫയലിനകത്ത് നമ്മളിവിടെ നേരത്തെ ഇവിടെ ഡോട്ട് വെച്ചിട്ടാണല്ലോ നമ്മളിവിടെ വിളിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് അതിന് പകരം ഇവിടെ ഫ്രം മോങ്കോ DB ജാങ്കോ എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് നമുക്ക് സെറ്റിങ്സ് ഫയലിനകത്ത് കൊണ്ടുവരാം. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ മോങ്കോ DB സെറ്റിങ്സിനകത്ത് ഇവിടെ ഞാൻ റൗണ്ട് ബ്രാക്കറ്റാണ് വെച്ചിരിക്കുന്നത്. അത് മാറ്റിയിട്ട് ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് വെക്കണം. പിന്നെ ഇവിടെ DB കളക്ഷൻസ് നമ്മളിവിടെ എടുക്കണം. ഇവിടെ നമ്മൾ DB സെറ്റിങ്സ് എടുത്തിട്ട് നമുക്കിവിടെ കളക്ഷൻ നെയിമും അതുപോലെ തന്നെ ഡേറ്റാബേസ് നെയിമും നമുക്കിവിടെ രണ്ടും വേണം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്തിട്ട് ഇതിനകത്ത് നമ്മൾ DB കളക്ഷൻ വേണ്ടത് DB ജാങ്കോ DB അത് സെയിം തന്നെയാണ്. ഇവിടെ ഗെറ്റ് പ്രോഡക്റ്റിനകത്ത് ഞാനിവിടെ ഒരു പാരാമീറ്റർ കൊടുത്തായിരുന്നു, അതായത് ഡേറ്റ പാസ് ചെയ്യാനായിട്ട്. നമുക്ക് ആക്ച്വലി ഗെറ്റ് പ്രോഡക്റ്റിനകത്ത് ഗെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒന്നും പാസ് ചെയ്യണ്ട, ജസ്റ്റ് ആ കളക്ഷനിലുള്ള ഡേറ്റ മാത്രം കിട്ടിയാൽ മതി. ഓക്കെ, വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളതൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കറക്ഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ വ്യൂസ് പൈ ഫയലിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രോഡക്റ്റ് ലിസ്റ്റ് ഇവിടെ നേരത്തെ .db ആയിരുന്നു. ഈ ഡോട്ടൊക്കെ വെച്ചിരിക്കുന്ന സാധനം അത് മാറ്റിയിട്ട് ഇങ്ങനെ കൊടുക്കണം, ഫ്രം DB എന്ന് പറഞ്ഞാൽ ഈ DB ഫയലിൽ നിന്നാണ് ഇമ്പോർട്ട് ഇൻസേർട്ട് പ്രോഡക്റ്റ് ഗെറ്റ് പ്രോഡക്റ്റ്. നമുക്ക് രണ്ട് ഫംഗ്ഷൻ വേണം. അതിനകത്ത് നമുക്ക് വേണ്ടത് നമ്മളിവിടെ നേരത്തെ റൗണ്ട് ബ്രാക്കറ്റ് ആണ് കൊടുത്തത്, അത് മാറ്റിയിട്ട് നമ്മളിവിടെ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് നെയിം, ഡിസ്ക്രിപ്ഷൻ, പ്രൈസ് ഈ സാധനങ്ങൾ നമുക്ക് അവിടെയും എഴുതണം. എവിടെ? നമ്മുടെ ടെംപ്ലേറ്റ്സ് ഫോൾഡറിനകത്ത്. ഈ ടെംപ്ലേറ്റ്സ് ഫോൾഡറിനകത്ത് നമ്മൾ ഈ കൊടുക്കുന്ന ഇൻപുട്ടും ടെക്സ്റ്റ് ഏരിയക്കകത്ത് നമ്മൾ ഈ നെയിമിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞ് നമ്മളിവിടെ കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ വ്യൂസിനകത്ത് നമുക്ക് ഈ വാല്യൂ ഇവിടെ കിട്ടത്തുള്ളൂ. ഓക്കെ, ഈ കീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ വാല്യൂ കിട്ടണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് ചെറിയൊരു കറക്ഷൻ വരുത്തിയത്. ഇവിടെ ഞാൻ ടെംപ്ലേറ്റ്സ് ഫോൾഡർ ആക്ച്വലി മോങ്കോ ഫോൾഡറിനകത്താണ് ഞാൻ വെച്ചിരുന്നത്. അത് മാറ്റിയിട്ട് ഞാനിവിടെ ഗ്ലോബലായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് വെക്കാം. ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താ പറയുക, ഇവിടെ ടെംപ്ലേറ്റ്സ് സ്ലാഷ് എന്ന് പറഞ്ഞ് കൊടുക്കണം. പക്ഷെ അത് മാറ്റിയിട്ട് ഞാൻ ഇങ്ങനെ കൊടുത്ത്, കാരണം നമുക്ക് ഈ ടെംപ്ലേറ്റ്സ് ഗ്ലോബലി ആയിട്ട് കിട്ടണം. അപ്പോൾ ഗ്ലോബലി ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മളിവിടെ സെറ്റിങ്സ് ഫയലിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡയറക്ടറീസ് എന്ന് പറഞ്ഞ ഒന്നുണ്ട്. ടെംപ്ലേറ്റ്സിൻ്റെ വേരിയബിളിനകത്ത് നമുക്ക് ഡയറസ് എന്ന് പറഞ്ഞ ഡയറക്ടറീസിനകത്ത് നമ്മൾ ഈ പാത്ത് പറഞ്ഞു കൊടുക്കണം. os.path.join ബേസ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോജക്റ്റ് ഡയറക്ടറിയാണ്. ആ പ്രോജക്റ്റ് ഡയറക്ടറിൻ്റെ ടെംപ്ലേറ്റ്സ് ആണ് ടെംപ്ലേറ്റ്സ് ഫോൾഡറാണ് നമുക്കിവിടെ വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊരു കറക്ഷനാണ്. പിന്നെ നമുക്ക് വരുന്നത് urls.py ഫയലിനകത്ത് ഇവിടെ ഞാൻ നേരത്തെ ഡോട്ട് ആണ് കൊടുത്തത്. അത് മാറ്റിയിട്ട് നമ്മൾ ഫ്രം മോങ്കോ, അതായത് മോങ്കോ ഫോൾഡറിനകത്ത് നമുക്ക് വ്യൂസിനെ ഇമ്പോർട്ട് ചെയ്യാം. ആ വ്യൂസിനകത്ത് നമുക്ക് രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. ആ രണ്ട് ഫങ്ഷൻസ് ആണ് നമ്മളിവിടെ ആഡ് ചെയ്തത്. ഓക്കെ, പ്രോഡക്ട്സും ആഡ് പ്രോഡക്റ്റും. ഇതാണ് നമ്മുടെ രണ്ട് URL എന്ന് പറയുന്നത്. ഇവിടെ നെയിം പ്രോഡക്റ്റ് ലിസ്റ്റും അതുപോലെ ആഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കും. ഈ പ്രോഡക്റ്റ് ലിസ്റ്റിനകത്ത് വരുമ്പോൾ നമുക്കിവിടെ ഒരു ലിങ്ക് ഉണ്ടല്ലോ, ഈ ഒരു ലിങ്ക് ആഡ് പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ add_product HTML പേജിനകത്തോട്ട് വരും. ഇവിടെ ഞാൻ സ്റ്റൈലും കാര്യങ്ങളും ആഡ് ചെയ്തിട്ടില്ല, അത് നിങ്ങൾക്ക് കസ്റ്റമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് ഞാനിവിടെ ആഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ പേജിനകത്തോട്ട് പോകും. ആ HTML പേജിനകത്താണ് ഈ ഒരു സാധനം വരുന്നത്. 3 ഫീൽഡുണ്ട്, നെയിം, ഡിസ്ക്രിപ്ഷൻ, പ്രൈസ്, പിന്നെ ഒരു ആഡ് ബട്ടൺ. ഓക്കെ, ഇവിടെ ഞാൻ എന്താ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ
എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, ആപ്പിൾ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഫ്രൂട്ട് പിന്നെ 256. ഓക്കെ, ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ലിസ്റ്റിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ മോങ്കോ ഡി ബി ആഡ് ആയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി നമ്മളിവിടെ കളക്ഷൻസിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ പിടിച്ച് എന്താ ചെയ്യുക, റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ കളക്ഷൻസിനകത്ത് നമ്മുടെ ഡേറ്റാബേസിനകത്ത് എൻട്രി വീണിട്ടുണ്ട്. ആപ്പിൾ ഫ്രൂട്ട് 256 റുപ്പീസ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ നമ്മുടെ മോങ്കോ ഡി ബി കണക്ട് ആയിട്ടുണ്ട്. നമ്മുടെ ജാങ്കോ പ്രോജക്റ്റ് ഓൾമോസ്റ്റ് വർക്കാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മോങ്കോ ഡി ബി ജാങ്കോയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഞാൻ ആഡ് ചെയ്യാനും അതുപോലെ തന്നെ ഗെറ്റ് ചെയ്യാനും മാത്രമേ ഞാനിവിടെ എഴുതിയിട്ടുള്ളൂ. ബാക്കി ഡിലീറ്റും അപ്ഡേറ്റ് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കാം. ഓക്കെ, തനിയെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ അത്. ഓക്കെ, ബൈ.